ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയേറ്റവന്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. തളരാത്ത പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല. പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മവീര്യത്തെ തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാവണം. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു വൃക്ഷത്തെ പോലെ ഒറ്റയ്ക്ക് നിൽക്കുക. നിലത്ത് വീണാൽ വീണ്ടും പോരാടാൻ മുളച്ചു വരുന്ന ഒരു വിത്ത് പോലെയാകുക. മണലിലെ കാൽപ്പാടുകൾ വേലിയേറ്റത്തിൽ അപ്രത്യക്ഷമായേക്കാം. പക്ഷേ ദയ, അനുകമ്പ, സ്നേഹം എന്നിവയുടെ മുദ്രകൾ നമ്മുടെ ഹൃദയതീരത്ത് ശാശ്വതമായ അടയാളങ്ങൾ പതിപ്പിക്കുന്നു. കാലം ഏറ്റവും മികച്ച ശില്പിയാണ്. ഭാവിയുടെ സാധ്യതകൾ രൂപപ്പെടുത്തുമ്പോൾ ഭൂതകാല നിമിഷങ്ങൾ കൊത്തിമാറ്റി നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. കോപം, പശ്ചാത്താപം, വേവലാതി, പക എന്നിവയിൽ നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസന്തുഷ്ടനായി ജീവിക്കരുത്. പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുക. പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ്. അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ നിറമുള്ളത് മഴവില്ലാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളുടെ നിറം മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. നമ്മുടെ പരിശ്രമമാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും അർത്ഥമില്ല. ഓരോ നിരാശയിലുമുണ്ട് ഒളിഞ്ഞിരിക്കുന്ന ഓരോ പ്രത്യാശയുടെ നിറം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശയും ഗതിയും മാറുന്നത്. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. ദേഷ്യം വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകളെ സൂക്ഷിക്കുക. കാരണം അവർ ഇതിനകം തന്നെ വേദനകളെ കടിച്ചമർത്തി ജീവിക്കുവാൻ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.